ഭക്തിയുടെ നിറവിൽ മാടായിക്കാവിലമ്മയ്ക്ക് പൂരംകുളി ആറാട്ട്. വടുകുന്ത തടാകത്തിൽ നടന്ന ചടങ്ങ് വീക്ഷിക്കാനെത്തിയത് ആയിരങ്ങളാണ്. പൂരംകുളി ആറാട്ടോടെ മാടായിക്കാവിലെ പൂരമഹോത്സവത്തിന് സമാപനമായി. മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പൂരംകുളി ആറാട്ട്. ഇത്തവണയും ഈ ചടങ്ങ് വീക്ഷിക്കാനായി ആയിരങ്ങളാണ് ഇവിടേക്ക് എത്തിയത്. മാടായിക്കാവിലെ പൂരോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് മാടായിപ്പാറയിലെ വടുകുന്ത തടാകത്തിൽ പൂരംകുളി ചടങ്ങ് നടന്നത്. പൂരോത്സവവും പൂരംകുളിയുമെല്ലാം ഐതിഹ്യവും വിശ്വാസവുമെല്ലാം ഇഴചേർന്ന് കിടക്കുന്നതാണ്. മാടായിക്കാവിൽ നിന്ന് രാവിലെ തെക്കിനാക്കൽ കോട്ടയിലേക്ക് ദേവിയുടെ തിടമ്പെഴുന്നള്ളത്ത് നടന്നു. ഒന്നാം കോട്ടയിൽ വെച്ച് ക്ഷേത്രം ഇളയ പിടാരുടെ നേതൃത്വത്തിൽ നാന്തകവാൾ പയറ്റിന് ശേഷം തെക്കിനാക്കൽ കോട്ടയിൽ വെച്ച് അപ്പമേർ ചടങ്ങും ക്ഷേത്ര മൂത്തപിടാരരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും നടന്നു. തുടർന്ന് തിടമ്പെഴുന്നള്ളത്ത് വടുകുന്ത ശിവക്ഷേത്രത്തിലേക്ക് എത്തി ഭക്തർക്ക് ദർശനം നൽകി. തെക്കിനാക്കൽ കോട്ട പരിസരത്ത് ദേവി ദാരിക നിഗ്രഹം നടത്തിയെന്നും ദേവിയുടെ കോപം ശമിപ്പിക്കാൻ പരമശിവൻ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് വടുകുന്ത തടാകമെന്നും തുടർന്ന് തടാകത്തിൽ ആറാടിയതിനു ശേഷമാണ് ദേവിയുടെ കോപം ശമിച്ചതെന്നാണ് വിശ്വാസം. 3 തവണയാണ് തിടമ്പുമായി മുങ്ങി നിവരുക. ശേഷം വടുകുന്ത തടാകക്കരയിൽ വെച്ച് ഭക്തർക്ക് മഞ്ഞൾക്കുറി പ്രസാദം നൽകി. പൂരംകുളിക്ക് ശേഷം മാടായിക്കാവിലേക്ക് ദേവിയുടെ തിരിച്ചെഴുന്നള്ളത്തും നടത്തി. പൂരംകുളി ചടങ്ങ് ദർശിക്കാൻ പുലർച്ചെ മുതൽ വടുകുന്ത തടാകക്കരയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നിരുന്നു. വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പൂരോത്സവത്തിന്റെ ഭാഗമായി മാടായിക്കാവിൽ പൂരക്കഞ്ഞിയും നൽകി. ഭക്തിയും ആചാരവും ഇഴചേർന്ന് കിടക്കുന്ന അത്യപൂർവ ചടങ്ങാണ് പൂരംകുളി ആറാട്ട്. ഈ ചടങ്ങോടെ പൂരോത്സവത്തിന് സമാപനമായിരിക്കുകയാണ്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.